വെൽക്കം. തഹ്മനാണ്. കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്നുകളുടെ ഈ വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോ എസെറ്റിമൈബ് ആൻഡ് ബെംപഡോയിക് ആസിഡ് രണ്ട് മരുന്നുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. രണ്ടും കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്നുകളാണ് ആൻഡ് രണ്ടും ചേർന്നിട്ടുള്ള മരുന്നായിട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്, അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് എസെറ്റിമൈബ് സ്റ്റാറ്റിൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേമസ് സിംവാസ്റ്റാറ്റിനോ അല്ലെങ്കിൽ നമ്മുടെ റോസുവ, ദെൻ അറ്റോർവാസ്റ്റാറ്റിൻ, സോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളാണ്. ആൻഡ് ഇതിൽ റോസുവാസ്റ്റാറ്റിൻ ആൻഡ് അറ്റോർവാസ്റ്റാറ്റിൻ്റെ ഒക്കെ കോമ്പിനേഷനായിട്ട് നമുക്ക് എസെറ്റിമൈബ് കിട്ടുന്നു. ആൻഡ് ഓൾസോ ചില രാജ്യങ്ങളിലൊക്കെ ഫിബ്രേറ്റ്സ് ഇത് ചേർന്ന മരുന്നും കോമ്പിനേഷനായിട്ട് എസെറ്റിമൈബ് എന്ന് പറയുന്ന മരുന്ന് കിട്ടും. ആൻഡ് എസെറ്റിമൈബ് പ്രവർത്തിക്കുന്നത് നമ്മുടെ GIT-ലാണ്, ദഹനേന്ദ്രിയ വ്യവസ്ഥിതിയിലാണ് പ്രവർത്തിക്കുക. ആൻഡ് ഈ മരുന്ന് ഒരു സ്റ്റിറോളിന്റെ അബ്സോർപ്ഷൻ തടയുന്ന മരുന്നാണ്. സോ സ്റ്റിറോൾ അബ്സോർപ്ഷൻ ഇൻഹിബിറ്റർ വിഭാഗം മരുന്നാണ് എസെറ്റിമൈബ് എന്ന് പറയുന്ന മരുന്ന്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ 2 തരം സ്റ്റിറോൾ ഉണ്ട്. നമ്മുടെ ഭക്ഷണത്തിൽ 2 തരം സ്റ്റിറോൾ, മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് കൊളസ്റ്ററോൾ എന്ന് പറയുന്നത്. തെൻ ചെടികളിൽ നിന്ന് കിട്ടുന്നത് ഫൈറ്റോസ്റ്റിറോൾ ആണ്. സോ ഫൈറ്റോസ്റ്റിറോൾ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, 2 സ്റ്റിറോൾ ഉണ്ട്. ആൻഡ് ബോത്ത് ദി സ്റ്റിറോൾ, 2 സ്റ്റിറോളും നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, ഇത് കുടലാണെങ്കിൽ, ഇവിടെ അതിന്റെ എൻട്രോസൈറ്റ് ആണെങ്കിൽ, ഇങ്ങനെ ആഗിരണം ചെയ്യാനായിട്ട് നമുക്കൊരു ട്രാൻസ്പോർട്ടർ ആവശ്യമുണ്ട്. സോ ചെറുകുടലിലെ എൻഡോത്തീലിയൽ സെൽസിൽ ഒരു ട്രാൻസ്പോർട്ടർ ഉണ്ട്. ഈ ട്രാൻസ്പോർട്ടറിന്റെ പേര് NPC1L1 എന്നാണ്. നീമാൻ പിക് ലൈക്ക് ട്രാൻസ്പോർട്ടർ എന്നാണ് പറയാ. ആൻഡ് ഈ ട്രാൻസ്പോർട്ടർ വഴിയാണ് സ്റ്റിറോൾസ് ആഗിരണം ചെയ്യുന്നത്. ആഗിരണം ചെയ്ത് പോകുന്നത് നമുക്കറിയാം, സ്റ്റിറോൾസ് എല്ലാം ലിംഫാറ്റിക്സിലേക്കാണ് പോകുന്നത്, ബ്ലഡിലേക്കല്ല പോകുക എന്നും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ലിംഫാറ്റിക്സിൽ നിന്ന് അവസാനം ബ്ലഡിനകത്തേക്ക് എത്തുക. ആൻഡ് എസെറ്റിമൈബ് എന്ന് പറയുന്ന മരുന്ന് ആൻഡ് ഈ ട്രാൻസ്പോർട്ടറിനെ NPC1L1 ട്രാൻസ്പോർട്ടറിനെ തടയുന്ന ഇൻഹിബിറ്റർ മരുന്നാണ്. സോ എസെറ്റിമൈബ് ഇസ് എ NPC1L1 ഇൻഹിബിറ്റർ ആണ്. സോ സ്റ്റിറോളുകളുടെ ആഗിരണം തടയുന്നത് മൂലം ഭക്ഷണത്തിൽ നിന്ന് സ്റ്റിറോൾ ശരീരത്തിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് കൊളസ്ട്രോൾ ശരീരത്തിലേക്ക് എത്തുന്നതിന്റെ അളവ് കുറയ്ക്കാനായിട്ട് പറ്റും. സോ അപ്പൊ ഇതൊരു വീക്ക് ഹൈപ്പോ കൊളസ്ട്രോളീമിയ ഡ്രഗ് ആണ്. വീക്ക് ഡ്രഗ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? വീക്ക് എന്ന് പറയാൻ കാരണം കൊളസ്ട്രോൾ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഇതാണ് നമ്മുടെ ലിവർ എങ്കിൽ ലിവറിനകത്ത് കൊളസ്ട്രോൾ സ്വന്തമായിട്ട് 80% കൊളസ്ട്രോൾ ലിവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് ഡീനോവോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയ വഴി. 20% പരമാവധി എങ്ങനത്തെ ഡയറ്ററി ഫുഡിലൂടെ. സോ നമ്മുടെ മരുന്ന് ഈ ഫുഡിലൂടെ വരുന്നത് മാത്രമാണ് തടയുന്നത്. സോ ഒരു മൈൽഡ് ഹൈപ്പർ കൊളസ്ട്രീമിയ, മൈൽഡായിട്ടുള്ള ഹൈപ്പർ ഉയർന്നു നിൽക്കുന്ന കൊളസ്ട്രോൾ ലെവൽ ഉണ്ടെങ്കിൽ, കൊളസ്റ്ററോലീമിയ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഈ മരുന്ന് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ ഉപയോഗം. ഇനി രണ്ടാമത് സ്റ്റാറ്റിൻസ് വിഭാഗം മരുന്നുകൾക്കൊപ്പം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, സ്റ്റാറ്റിൻസ് നമ്മൾ പറഞ്ഞു കരളിൽ നിന്ന് ഡീനോവോസിന്തസിസ് വഴി കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതാണ്. ആൻഡ് ഇതാണ് 80%. സോ സ്റ്റാറ്റിൻസിന് ഇതിന്റെ ഒരു 50% കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് തടയാൻ പറ്റുകയാണെങ്കിൽ ഈ മരുന്നുകൾ അതിന്റെ കൂടെ ചേർത്താൽ, അപ്പോൾ സ്റ്റാറ്റിൻസിന്റെ 50+ ഈ മരുന്നുകളുടെ ഒരു 20 ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു 70% കൊളസ്ട്രോളിന്റെ അളവ് രക്തത്തിൽ കുറയ്ക്കാനായിട്ട് ഈ കോമ്പിനേഷൻ മൂലം പറ്റും. സോ സ്റ്റാറ്റിൻസിന്റെ ഒപ്പം ചേർത്താൽ, എസെറ്റിമൈബ് കൂടി ചേർത്താൽ, സോ ദിസ് ക്യാൻ ഇംപ്രൂവ് എഫിഷ്യൻസി ഓഫ് സ്റ്റാറ്റിൻസ്, അല്ലെങ്കിൽ മൊത്തത്തിൽ കൊളസ്ട്രോൾ താഴ്ത്തുന്നതിന്റെ എഫിഷ്യൻസി കുറയ്ക്കാൻ പറ്റും. സോ ഇത് ഡയറ്ററി കൊളസ്ട്രോൾ തടയും, സ്റ്റാറ്റിൻ ലിവറിൽ നിന്നുള്ള കൊളസ്ട്രോൾ തടയും, രണ്ടും കൂടി ചേരുമ്പോഴത്തേക്കും കൂടുതലായിട്ട് എഫക്ട് കിട്ടും. സോ സ്റ്റാറ്റിൻസ് മൂലം കൊളസ്ട്രോൾ നിയന്ത്രണം പറ്റുന്നില്ലെങ്കിൽ അപ്പോഴും നമുക്ക് ഈ മരുന്ന് അതിന്റെ കൂടെ ചേർക്കാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. സോ ഇങ്ങനെ കൊളസ്ട്രോൾ കുറയുമ്പോൾ എന്ത് സംഭവിക്കുക? കൊളസ്ട്രോൾ സിന്തസിസ് അല്ലെങ്കിൽ ലിവറിൽ വരുന്നത് കുറയുമ്പോൾ ബ്ലഡിൽ കൊളസ്ട്രോൾ കുറയണം. ബ്ലഡിൽ കൊളസ്ട്രോൾ കുറയാൻ കാരണം ഇൻക്രീസ്ഡ് LDL റിസപ്റ്റേഴ്സ് ഇവിടെ കൂടുതലായിട്ട് ലിവറിൽ കൂടുതലാവുന്നു. അപ്പോൾ ബ്ലഡിൽ നിന്ന് നേരെ തിരിച്ചെടുക്കും. സോ അങ്ങനെയാണ് ബ്ലഡിലെ കൊളസ്ട്രോൾ കുറയാനായിട്ട് കാരണം. സോ ഉയർന്ന കൊളസ്ട്രോൾ അളവിൽ സ്റ്റാറ്റിൻസിനൊപ്പം നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് റോസുവാസ്റ്റാറ്റിനൊപ്പം കിട്ടുന്നുണ്ട്. ദെൻ അറ്റോർവാസ്റ്റാറ്റിനൊപ്പവും ചേർത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് മറ്റ് സ്റ്റാറ്റിനൊപ്പമൊക്കെ ചേർത്തും പല രാജ്യങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ഇത് രണ്ടുമാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ അറ്റോർ വാങ്ങുന്നു, അതിൻ്റെ ഒപ്പം EZ എന്ന് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ റോസുവാസ്റ്റാറ്റിൻ കഴിക്കുന്ന ആളുടെ ഒപ്പം റോസ്ഡേ EZ ഇങ്ങനെ കാണുകയാണെങ്കിൽ, റൊവാസ്ഡേ എന്ന് പറയുന്നതിൻ്റെ ഒപ്പം EZ, റൊസാവെൽ അതിൻ്റെ ഒപ്പം EZ, ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ EZ ഈസ് നത്തിങ് ബട്ട് എസെറ്റിമൈബ് ചേർന്ന
മരുന്നാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഉപയോഗം, സ്റ്റാറ്റിൻസിൻ്റെയൊക്കെ ഒപ്പം ഉപയോഗിക്കാം. മൂന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ചെടികളിൽ നിന്നുള്ള സ്റ്റിറോൾസ്, ഫൈറ്റോസ്റ്റിറോൾ ശരീരത്തിൽ ആഗിരണം ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് ചിലപ്പോൾ ശരീരത്തിൽ അടിഞ്ഞു കൂടാം. അങ്ങനെ അടിഞ്ഞു കൂടിയാൽ ഉണ്ടാകുന്ന അസുഖമാണ് സ്റ്റിറോലീമിയ എന്നാണ് അതിന് പേര്. സോ ഫാമിലിയൽ സിറ്റോസ്റ്റിറോലീമിയ കണ്ടീഷൻസുകളിൽ ഈ പറയുന്ന രോഗത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്ന മരുന്നാണ് എസെറ്റിമൈബ്. സോ എസെറ്റിമൈബ് ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. ഇവിടെ ഇങ്ങനെ ഇതിനെ തടയുന്ന ഏക മരുന്ന് എസെറ്റിമൈബ് മാത്രമേ ഉള്ളൂ. സോ എസെറ്റിമൈബ് കിട്ടുന്നത് ഇസോലെക്കുന്നോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. 10 മില്ലിഗ്രാം ആണ്, ടാബ്ലറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ആൻഡ് ദിവസം ഒരു നേരം മതി. OD ആണ് ഡോസ്. ഭക്ഷണത്തോടൊപ്പമോ അല്ലാത്തയോ ഒക്കെ നമുക്ക് കഴിക്കാം. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വെൽ ടോളറേറ്റഡ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. ദോഷഫലങ്ങൾ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ പറയുന്നത് വയറിളക്കം ഉണ്ടാക്കാം. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ നീരിളക്കം, ജലദോഷം, സൈനസൈറ്റിസ്, റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻ, സ്കഫ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് പറയാം. പിന്നെ ക്ഷീണം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൂടി ചിലപ്പോൾ ഉണ്ടായേക്കാം. സോ അപ്പോൾ മൈൽഡ് ഹൈപ്പോർ കൊളസ്ട്രോലീമിയയിലാണ് നമുക്കിത് ഉപയോഗിക്കാവുന്നത്. ഹോമോസൈഗസ് സിറ്റോസ്റ്റിറോലീമിയയിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ദെൻ ഹോമോസൈഗസ് ഫാമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോലീമിയ തുടങ്ങിയവയിൽ നമുക്ക് സ്റ്റാറ്റിൻസിനൊപ്പം ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഇനി എസെറ്റിമൈബ് ചേർന്ന് വരുന്ന മറ്റൊരു മരുന്നാണ് ബെംപെഡോയിക് ആസിഡ്. ബെംപെഡോയിക് ആസിഡിനൊപ്പവും എസെറ്റിമൈബ് ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബെംപെഡോയിക് ആസിഡിനെ കുറിച്ച് പറയാം. ആൻഡ് ബെംപെഡോയിക് ആസിഡ് താരതമ്യേന പുതിയ ഒരു മരുന്നാണ്. പ്രധാനപ്പെട്ട ബ്രാൻഡ് എന്ന് പറയുന്നത് നെക്സ്ലെറ്റോൾ എന്ന് പറയുന്നതാണ് ബ്രാൻഡ്. ആൻഡ് ഓൾസോ അവൈലബിൾ ആസ് വിത്ത് എസെറ്റിമൈബ്. എസെറ്റിമൈബ് ചേർത്തും വരുന്നുണ്ട്. ആൻഡ് ഈ മരുന്ന് പ്രവർത്തിക്കുന്നത് കരളിലാണ്. സോ ദാറ്റ് ഈസ് ഇൻ ദ ലിവറിലാണ് പ്രവർത്തിക്കുന്നത്. സ്റ്റാറ്റിൻസ് പോലെ തന്നെ കരളിനകത്ത്, ലിവറിനകത്ത് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് തടയുന്ന മരുന്നാണ്. സോ ഡീനോവോ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് അവിടെ വെച്ച് ഉണ്ടാക്കുന്നതിനാണ്. ഡീനോവോ സിന്തസിസ് ഓഫ് കൊളസ്ട്രോൾ, അത് തടയുന്ന മരുന്നാണ്, ഇൻഹിബിറ്റർ ആണ്. അപ്പോൾ എത്രമാത്രം LDL കൊളസ്ട്രോൾ ഇത് വെച്ച് താഴ്ത്താമെന്ന് ചോദിച്ചാൽ ഒരു 20% വരെ LDL കൊളസ്ട്രോൾ ഇതുവഴി താത്താം. സോ LDL കൊളസ്ട്രോൾ ഒരു 20% ആണ് ഇത് താഴ്ത്തുക. ആൻഡ് മരുന്ന് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരുന്ന് പ്രവർത്തിക്കുന്നത് ATP എന്ന് വെച്ചാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് സിട്രേറ്റ് ലയേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെ തടഞ്ഞിട്ടാണ്. സോ ഈ എൻസൈമിന്റെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ കൊളസ്ട്രോൾ ഉണ്ടാക്കാനായിട്ട് സ്റ്റാറ്റിൻ പ്രവർത്തിക്കുന്ന അവിടെയാണ്. സ്റ്റാറ്റിൻ പ്രവർത്തിക്കുന്നത് HMG-CoA റിഡക്ടേസ്, അതിനെ തടയാൻ ഇൻഹിബിഷൻ ആണ് സ്റ്റാറ്റിൻസ് എന്ന് പറയുന്ന മരുന്ന്. സോ സ്റ്റാറ്റിനൊക്കെ എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ HMG-CoA റിഡക്ടേസ് എന്നുള്ള സ്റ്റെപ്പൊക്കെ എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റെപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു എൻസൈമാണ് ATP സിട്രേറ്റ് ലയേസ് എന്ന് പറയും. സോ ഇതിനെ തടഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പുകൾ മൊത്തം തടയും. സോ അങ്ങനെയാണ് ഈ മരുന്ന് പ്രവർത്തിക്കുക. ആൻഡ് ഈ മരുന്ന് ഒരു പ്രോഡ്രഗ് ആണ്. പ്രോഡ്രഗ് എന്ന് വെച്ചാൽ മരുന്നായിട്ട് ആക്റ്റീവ് അല്ല, അത് ശരീരത്തിൽ വെച്ചിട്ട് മാറണം. ശരീരത്തിലെത്തി അത് കരളിലെത്തണം. ലിവറിലെത്തിയതിനു ശേഷം അവിടെ വെച്ചിട്ട് വെരി ലോങ് അസൈൽ CoA സിന്തേസ് 1 എന്ന് പറയുന്ന എൻസൈം, വെരി ലോങ് അസൈൽ CoA സിന്തേസ് 1 നമ്മൾ എഴുതുക. അസൈൽ CoA സിന്തേസ് 1 എന്ന് എഴുതിയിട്ട് VL എന്നാണ് നമ്മൾ എഴുതുക. ആൻഡ് ഈ എൻസൈം പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ മരുന്നിനെ പ്രോഡ്രഗിനെ ആക്റ്റീവ് മരുന്നായിട്ട് മാറ്റുക. ആൻഡ് ഈ ആക്റ്റീവ് കമ്പോണന്റ് ആണ് ATP സിട്രേറ്റ് ലയേസിനെ പോയി തടഞ്ഞിട്ട് കൊളസ്ട്രോൾ സിന്തസിസ് കുറയ്ക്കുക. സോ അപ്പോൾ ഇത് സ്റ്റാറ്റിൻസ് പോലെ തന്നെ LDL കുറയ്ക്കുന്ന ഒരു മരുന്നാണ്. സോ അപ്പോൾ നമുക്ക് കൊടുക്കാവുന്നത് സ്റ്റാറ്റിൻ റിഫ്രാക്ടറി സ്റ്റാറ്റിൻ കൊടുത്തിട്ട് ഫലമില്ലാത്ത പേഷ്യൻസിൽ, നമുക്ക് സ്റ്റാറ്റിൻ പ്രവർത്തിക്കാത്തവരില്ല. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിൻ പ്രവർത്തിക്കുന്നെങ്കിൽ ഇല്ലെങ്കിൽ ഈ മരുന്ന് സമാന മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ സ്റ്റാറ്റിൻസിന്റെ അത്രയും LDL കൊളസ്ട്രോൾ കുറയ്ക്കുന്നില്ല, അത്രയും എഫിഷ്യൻസി ഇല്ല എന്നുള്ളത് നമ്മൾ ഓർക്കുക. ഇനി സ്റ്റാറ്റിൻസ് കൊടുക്കുമ്പോൾ അവർക്ക് മയോപ്പതി, സ്റ്റാറ്റിൻസ് നമുക്കറിയാം മയോപ്പതി ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട്. സോ അങ്ങനെ മയോപ്പതി മൂലം സ്റ്റാറ്റിൻസ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് പകരം കൊടുക്കാവുന്ന മരുന്നാണ് ബെംപെഡോയിക് ആസിഡ്. ഓക്കെ, അങ്ങനെയാണ് രണ്ട് ഗുണം. സാധാരണ ഈ മരുന്ന് വൃക്ക അല്ലെങ്കിൽ കരൾ രോഗങ്ങളിലൊന്നും അളവ് കുറയ്ക്കേണ്ട കാര്യമില്ല. കിഡ്നി ഡിസീസസ് ആൻഡ് ലിവർ ഡിസീസസ് അളവ് കുറയ്ക്കേണ്ട ആവശ്യം ഇല്ല. നോ ഡോസേജ് അഡ്ജസ്റ്റ്മെന്റ് റിക്വയർഡ് എക്സെപ്റ്റ് വെരി സീരിയസ്
ആയിട്ടുള്ള കരൾ രോഗങ്ങൾ, വൃക്ക രോഗങ്ങളിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അളവ് കുറയ്ക്കാം, അല്ലാതെ കുറയ്ക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ഗുണം കൂടിയാണ്. ആൻഡ് ഈ മരുന്നും ദിവസം ഒരു നേരം കഴിച്ചാൽ മതി. 180 മില്ലിഗ്രാമിന്റെ ടാബ്ലറ്റ് ആയിട്ടാണ്, ഗുളികയായിട്ടാണ് ഇത് വരിക. സോ അപ്പൊ രാത്രി തന്നെ ആയിരിക്കും ഇതും കഴിക്കുക, കാരണം കൂടുതൽ ഗുണം കിട്ടുന്നത് രാത്രി കഴിച്ചാലാണ്. സോ ഈ മരുന്നും സ്റ്റാറ്റിൻസിന്റെ ബ്ലഡ് ലെവൽ ഉയർത്താം എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. സോ സ്റ്റാറ്റിൻ മരുന്നുകൾ, ഉദാഹരണത്തിന് സിംവാസ്റ്റാറ്റിൻ എന്ന് പറയുന്ന മരുന്ന്, പ്രാവാസ്റ്റാറ്റിൻ എന്ന് പറയുന്ന മരുന്നിന്റെയൊക്കെ ബ്ലഡ് കോൺസെൻട്രേഷൻ ഉയർത്തുന്ന ഒരു മരുന്ന് കൂടിയാണ്. സോ സ്റ്റാറ്റിൻസിന്റെ എഫിക്കസിയും കൂടും, അപപ്രശ്നങ്ങളും കൂടും. സോ സ്റ്റാറ്റിൻസിൽ അപ്പോൾ സിംവാസ്റ്റാറ്റിൻ 20 മില്ലിഗ്രാം കഴിക്കുന്ന രോഗികൾ, പ്രാവാസ്റ്റാറ്റിൻ 40 മില്ലിഗ്രാം, ഇതിൽ കൂടുതൽ കഴിക്കേണ്ട രോഗികൾ ഇത് കൊടുക്കാൻ പാടില്ല. പരമാവധി 20 മില്ലിഗ്രാം, 40 മില്ലിഗ്രാം. അല്ലെങ്കിൽ നമ്മൾ ഈ മരുന്ന് ബെംബഡോയിക് ആസിഡ് ഈ 2 മരുന്നുകൾക്കൊപ്പം ഒഴിവാക്കുക, മറ്റ് മരുന്നുകൾക്കൊപ്പം കൊടുക്കാം, പാറ്റോർവാസ്റ്റാറ്റിനൊപ്പം കൊടുക്കാം, റോസുവാസ്റ്റാറ്റിനൊപ്പം കൊടുക്കാം. ഈ മരുന്നുകൾ അല്ലെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഡോസ് കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യുക. അപ്പൊ ഇത് കൊടുക്കേണ്ടത് എവിടേക്കാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കേസുകൾ തന്നെയാണ്. ഇത് രണ്ടും നമ്മൾ പറഞ്ഞു, സ്റ്റാറ്റിൻ കൊടുക്കാൻ പറ്റാത്തതും സ്റ്റാറ്റിൻ മൂലം പ്രശ്നമുള്ളതും പറഞ്ഞു. അല്ലാതെ സാധാരണ രീതിയിൽ കൊടുക്കാവുന്നത് ഹെറ്ററോസൈഗസ് ഫാമിലിയൽ ഹൈപ്പർ കൊളസ്റ്ററോലീമിയ രോഗങ്ങൾ ഉള്ള ആൾക്കാർക്ക് നമുക്ക് HDL കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നമുക്ക് കൊടുക്കാം. ഇനി സ്റ്റാറ്റിൻ കഴിക്കാൻ പറ്റാത്ത രോഗികൾ, അങ്ങനെയുള്ള ആൾക്കാർക്ക് MIന്റെ റിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ സെറിബ്രോവാസ്കുലർ ഡിസീസസ്, സ്ട്രോക്ക്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, സ്റ്റാറ്റിൻ കഴിക്കാനും പറ്റില്ലെങ്കിൽ അവർക്ക് നമുക്ക് ഈ മരുന്ന് കൊടുത്ത് സ്റ്റാറ്റിൻസ് പോലെ തന്നെ ഉപയോഗിച്ചിട്ട് അത്തരം റിസ്കുകൾ, ഇപ്പോൾ പ്രമേഹ രോഗങ്ങൾ, അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാരിൽ നമുക്ക് കൊടുക്കാം. മരുന്നിന്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം മയോപ്പതി എന്ന് പറയുന്ന പ്രശ്നം ഇല്ല. മയോപ്പതി ഇല്ലാത്തതുകൊണ്ട് തന്നെ മയോപ്പതി ഉണ്ടാക്കുന്ന സ്റ്റാറ്റിനുമായിട്ട് നമുക്കിത് കമ്പൈൻ ചെയ്ത് കൊടുത്താലും ഗുണം കൂടും. സോ ഈ രണ്ടും കൂടി ചേർത്താൽ മയോപ്പതി ഇല്ല. സോ ഇനി മരുന്ന് ആദ്യം നമ്മൾ പറഞ്ഞ എസെറ്റിമൈബ് എന്ന് പറയുന്ന മരുന്നിന്റെ കോമ്പിനേഷനായിട്ടും കൊടുക്കുന്നുണ്ട്. ബെംബഡോണിക് ആസിഡ് 180 മില്ലിഗ്രാം, 180, ഇത് 10 മില്ലിഗ്രാം, രണ്ടും കൂടി ചേർത്തിട്ട് ദിവസം ഒരു നേരം നമുക്ക് കൊടുക്കാം. അപ്പൊ മരുന്നിന്റെ അഡ്വേഴ്സ് എഫക്ട്, ദോഷഫലങ്ങൾ, സൈഡ് എഫക്ട്സ് എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് പറയാനുള്ളത് ഹൈപ്പർ യൂറിസീമിയ ഉണ്ടാക്കാം, യൂറിക് ആസിഡിന്റെ അളവ് ഉയർത്താം എന്നുള്ളതാണ് ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് കാണുന്നത്. സോ യൂറിക് ആസിഡ് ഉയർത്തുന്ന അപ്പൊ രണ്ടാമത്തെ കൊളസ്ട്രോളിനെതിരെയുള്ള മരുന്നാണ് നമ്മൾ പറയുക. ഒന്ന് നയാസിൻ ഓർ നിക്കോട്ടിനിക് ആസിഡ് ആണ് നമ്മൾ പറഞ്ഞു. പക്ഷെ യൂറിക് ആസിഡ് കുറയ്ക്കുന്ന 2 മരുന്നുകൾ നമ്മൾ പറഞ്ഞു. ഒന്ന് ഫൈബ്രേറ്റ്സ് ആണ്, 2 നമ്മുടെ സ്റ്റാറ്റിൻ. സോ സ്റ്റാറ്റിനും ഫൈബ്രേറ്റ്സും കുറയ്ക്കുമ്പോൾ ബെംബഡോയിക് ആസിഡും നയാസിനും യൂറിക് ആസിഡ് ഉയർന്ന മരുന്നാണ്. സോ യൂറിക് ആസിഡ് ഉയർത്തുന്നത് കൊണ്ട് ഗൗട്ടുള്ള രോഗികളിൽ കൊടുക്കാതിരിക്കുക. ഗൗട്ടിന് ചാൻസ് ഉള്ള ആൾക്കാരിൽ അത്തരം വേദനകളൊക്കെ വരാനുമുള്ള ചാൻസ് ഉണ്ട്. സോ ഗൗട്ട് രോഗികളിൽ പരമാവധി ഒഴിവാക്കുക. രണ്ടാമത്തെ ഒരു പ്രശ്നം ടെൻഡൺ പ്രോബ്ലംസ് ആണ്. ടെൻഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലും അസ്ഥിയും മജ്ജയും പേശിയും ഒട്ടിച്ച് ചേർത്ത് വെച്ചിരിക്കുന്ന സംഭവമാണ് ടെൻഡൺ. സോ ഇതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സോ ടെൻഡൺ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് ഉള്ളവരിൽ ഒന്ന് ശ്രദ്ധ വേണം, കാരണം കൊളസ്ട്രോൾ കുറയ്ക്കുന്ന പല മരുന്നുകളും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പേശി വേദന ഉണ്ടാക്കാം, വിളർച്ച, സന്ധി വേദനകൾ, സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വേഴ്സ് എഫക്ട്. പുതിയ മരുന്നാണ്. ഗർഭിണികൾ, കുട്ടികൾ, മുലയൂട്ടുന്നവർ, അപ്പോൾ അവരിലൊക്കെ ഒഴിവാക്കുകയായിരിക്കും പതിവ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ezetimibe and bembedoic acid. So thank you for watching.